ഗുഡ് മോർണിംഗ് സാർ, ഞാൻ സൽമാൻ സാറ്റ ഇൻഷുറൻസ് കമ്പനി വിളിക്കുകയാണ്. സാറ്റ ഇൻഷുറൻസ് കമ്പനി വിളിക്കാൻ. എന്റെ പേര് ആൽഫ. സാറിന്റെ വണ്ടി നമ്പർ അതിന്റെ ഇൻഷുറൻസ് തീരാറായിട്ടുണ്ട് സാർ. വണ്ടിയുടെ ഇൻഷുറൻസ് റിന്യൂ ആയിട്ടുണ്ട്. അത് റിന്യൂ ചെയ്യണ്ടോ എന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ. ക്ലെയിംസ് ചെയ്യുന്നുണ്ടോ സാർ? ഞാൻ കൊട്ടേഷൻ അയക്കാം, സാർ നോക്കിയിട്ട് അപ്ഡേറ്റ്. ശരിയാണ് ശരിയാണ്. ഓക്കെ ഓക്കെ. കസ്റ്റമർ ഓക്കെ സാർ, ക്ലെയിംസ് എന്തെങ്കിലും പറഞ്ഞാണെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. കൊട്ടേഷൻ ഞാൻ വെക്കാം. തലേക്കാണെങ്കിൽ വരുന്നു. സെയിൽസ് ഷോ പോകണല്ലോടാ, ഇതുവരെയൊന്നും സെറ്റ് ആയിട്ടില്ല. എന്റെ ടാർഗറ്റ് എത്രയും 35,000. നീ ഇങ്ങനെ കിടന്ന് കുഴപ്പമില്ല ചേട്ടാ. ആ മാനേജറിന് ഇല്ലാതെ നിന്റെ അടുത്ത് കൊടയും സെറ്റ് ആക്കണോടാ. പിന്നെ 2,000 മറിക്കാനുണ്ടാവും. എന്റെ വാടക ഞാൻ കൊടുത്തിട്ടില്ല. അടുത്ത മാസം സാലറി കിട്ടുമ്പോ കേട്ടേക്കാം. ഗുഡ് ആഫ്റ്റർനൂൺ സാർ, ഇത് സാറ്റ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് തരുണാണ് സംസാരിക്കുന്നത്. ആരായിരുന്നു? നോ സാർ, ഐ ആം ഫ്രോം ഇൻഷുറൻസ്. നോ ലൈഫ് ഇൻഷുറൻസ് സാർ, വെഹിക്കിൾ ഇൻഷുറൻസ്. കസ്റ്റമർ ഇംഗ്ലീഷ് സംസാരിക്കൂ. Okay sir, I will tell you now. Sir, just hold. English. Hi sir, how can I help you? Yes sir. Sir, your vehicle number please. Sir, it's 1.25 lakhs after discount, and this covers everything like accidents, theft, flood. No sir, no sir. Zero by road from our side. Just one UPI payment, and I will email you the new policy within 20 minutes, sir. Yes sir. Thank you sir, thank you. Have a good day. എടാ പുള്ളി നോക്കാൻ വന്നിട്ടുണ്ട്, അറിയത്തില്ല. ഇപ്പോൾ വിളിക്കും തോന്നാൻ അറിയില്ലടാ. നിങ്ങൾ നോക്കാം, അടുത്ത വീടുന്നല്ല നോക്ക്. ഓക്കെ സാർ, താങ്ക് യു. ഞാനൊന്ന് തന്നെ കിട്ടോ എപ്പോ കയറി ഒരു കത്തി കയറി. എന്റെ ക്ലോസിംഗ് എത്രയാണോ? എന്റെ ഒരു 3 lakh ആയി. ഇനിയിപ്പോ ഒരു 2 lakh കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻസെന്റീവ് സ്ലാബിന്റെ ടാർഗറ്റ് അച്ചീവ് ആയി. 2 ആഴ്ച കൂടെ ഉണ്ടല്ലോ. ഈസി ടാസ്കാ. ഇപ്രാവശ്യം നീ തന്നെ ആയിരിക്കുമല്ലേ എംപ്ലോയി ഓഫ് ദ മന്ത്? ഇല്ലടാ, പ്രശാന്ത് ഓൾറെഡി 4 lakh കഴിഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം മിസ്സായതാണ് ഇപ്രാവശ്യം പിടിക്കുക. പക്ഷെ അതങ്ങനെ വിട്ടുകൊടുക്കാനൊന്നും പറ്റൊന്നുമില്ല. പിടിക്കുകയാണ് എംപ്ലോയി ഓഫ് ദ മന്തിന് പറഞ്ഞേക്കണത്. ഇൻസെന്റീവിന് പുറമെ എങ്ങനെയും അടിക്കണം. ആടാ സെറ്റാവും. ഞാൻ വണ്ടി എടുത്തില്ല, ഒരുമിച്ചോ. നാളെ നമുക്ക് ലീവ് എടുത്തിട്ട് ട്രിപ്പിന് വരാൻ പോയാലോ? നീ ഇങ്ങനെ കിടന്ന കുഴപ്പമില്ല ചേട്ടാ. ഞാൻ 2 ആഴ്ച ഉള്ളൂ ക്ലോസിങ്ങിന്. എടാ എനിക്ക് അതിലൊരു കസ്റ്റമർ സെറ്റ് ആയിട്ടുണ്ടോ? അപ്പോൾ അതിനെ കൊണ്ട് ഡീൽ ചെയ്യിപ്പിച്ച്. അത്യാവശ്യം നല്ല എമൗണ്ട് ആണ്. നീ എന്തിനാണ് അവനെ കൊണ്ടൊക്കെ സംസാരിപ്പിക്കാൻ പോണത്? കസ്റ്റമർ ഭയങ്കര ഇംഗ്ലീഷാണ്, അങ്ങനെ ഒരു ഹെൽപ്പ് ചോദിച്ചാണ്. ആണ്. നേരത്തെ വന്നാ എന്തൊരു ബ്ലോക്കായിരുന്നു. നിനക്ക വണ്ടിയായിട്ടൊന്ന് വരാറുന്നില്ലേ ബസ് സ്റ്റോപ്പ് വരെ? ഓ എന്റെ ദൈവമേ, കിടക്കണ കോലം നോക്കി. ഒരു അടുക്കിച്ചിട്ടില്ലാത്ത ചെറുക്കൻ വലിച്ചു വാരി ഇട്ടേക്കണ സാധനം. നിന്നോട് പറഞ്ഞാ മനസ്സിലാവൂലേ? നീ ഇത് തൊണ്ടിരുന്നോ? ഡാ, നീ വേസ്റ്റ് എന്താ ഇങ്ങനെ വെച്ചേക്കണ?
ഭക്ഷണം കഴിച്ചിട്ട് അതും ഇവിടെ മേശപ്പുറത്ത് വെച്ചാൽ അത് ഇനി ഞാൻ തന്നെ എടുത്തോണ്ട് പോകണം. തോണ്ടി ഇരുന്ന് അവിടെ മെസ്സേജ് വിട്ട്. ഒരു പാത്രമാണ് കഴുകാൻ കിടക്കണത്, അതിന് കഴുകി വെക്കാൻ പാടില്ല. തിന്ന പാത്രം എടുക്കുക, രാവിലെ തിന്ന പാത്രം വരെ ചായച്ച് സിങ്കിൽ കൂട്ടിയിട്ടേക്കണം. പക്ഷെ അവിടെ പണിയെടുത്ത് കഷ്ടപ്പെട്ടാ വന്നത്. അന്നേരം സഹായിച്ചു തരാൻ പാടില്ലേ? കുത്തിയിരിക്കണേണ് അവിടെ. തിന്നടിച്ചില്ലോടാ ഉപകാരമാണ്. ഇത് തന്നെയാണ് പറഞ്ഞോട് നിന്നോട്. അതിനും പറ്റണില്ല. ഇതിനെക്കൊണ്ട് എന്തുപകാരമുണ്ട് കഴിച്ചോണ്ടിരിക്കണം. അരി എന്നാ പെട്ടെന്ന് അടുപ്പത്താക്കാം. ഓഫീസിൽ കാണിച്ച് നിനക്ക് എന്തൊക്കെ പണി ചെയ്യായിരുന്നു തരുണേ. ആ വാഷിംഗ് മെഷീനിൽ കിടന്നു വെച്ച തുണിയൊക്കെ എടുത്ത് ഒന്നും ഉണക്കായിടായിരുന്നല്ല. അതുകൂടാണ്ട് പാത്രം, ഒരു കുന്ന് പാത്രമുണ്ട്, തിന്ന പാത്രം കൂടി കഴുകിയിട്ടില്ല. എന്തിനാണ് ജന്മം? വല്ല ഉപകാരമുണ്ട് അതിനൊക്കെ. എന്നോട് തന്നെ ഇങ്ങനെ കാണിക്കണത് കഷ്ടമുണ്ട് കേട്ടോ. എടാ നിന്നോടാ പറഞ്ഞത് സീനെ കണ്ടിരിക്കണ ഓഫ് ചെയ്യടാ, ഓഫ് ചെയ്യാൻ. നമ്മുടെ ഓഫീസിലും പോലെ പ്രശ്നമാണ്. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വീട്ടിലും ഇങ്ങനെ. സാറേ ഞാൻ ഇൻസ്പെക്ഷൻ ആവാ. ഓക്കെ ശരിയാണ്. എനിക്ക് ഒറ്റ കസ്റ്റമർ പോലും എടുക്കുന്നില്ല, എല്ലാം ആറിനാറാണ്. എടാ ഒരു ചാർജ് കിട്ടുന്നില്ല. വീക്കെൻഡായിട്ട് എന്താ പരിപാടി? നിങ്ങളിവിടെ തറവാട്ടിലോട്ടൊന്ന് പോണം. കുറെ നാളെ അച്ഛൻ്റെ അടുത്തോട്ടൊക്കെ പോയിട്ട്. എനിക്കൊരു കാര്യം പറയാണ്ട്. ഇതാടാ നീ ചോദിക്കാൻ നിൽക്കരുത്. എടാ നീ ഇന്നലെ പറഞ്ഞ കേസില്ല, അത് പ്രശാന്ത് ക്ലോസ് ചെയ്തു. ഓടാ, അത് എന്നെ ഇങ്ങോട്ട് വിളിച്ച കസ്റ്റമർ അല്ലേ? അപ്പൊ ആ നമ്പർ അവനെങ്ങനെ കിട്ടാനാ? എടാ അവൻ ഒറ്റ പ്രാവശ്യം കണ്ടാ മതി. നീ ഇങ്ങനെ വിളിച്ചപ്പോ ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും. പിന്നെ അവന് വണ്ടി നമ്പറൊക്കെ അറിയാലോ. അവൻ ആ കേസ് ക്ലോസ് ചെയ്തു. പ്രതീക്ഷ ഉണ്ടായൊരു കേസായിരുന്നു. പെൺചിത്രമാണോ കാണിച്ചത്? നീ എന്ത് ചോദിക്കാൻ നിൽക്കണ്ട കേട്ടാ. ഒന്നാമത് ആ മാനേജർ അവന്റെ മെയിൻ ആളാ. നിന്നെയാണ് കണ്ണെടുത്താ കണ്ടുകൂടാ പുള്ളിക്ക്. എന്നാലും അതല്ലടാ, എന്ത് പരിപാടിയാ ചെറുക്കൻ കാണിച്ചത്? അതെല്ലാം സെറ്റ് ആവുക. നീ 2 ആഴ്ച ഇല്ലേ? ഹലോ സാർ, സാറ്റ ഇൻഷുറൻസ്. വെഹിക്കിൾ നമ്പർ ഒന്ന് പറയാമോ സാറേ? ഓക്കെ, ഞാൻ ചെക്ക് ചെയ്യട്ടെ. പ്രശാന്ത്, എനിക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് നിന്റെ അടുത്തൊരു ഹെൽപ്പ് ചോദിച്ചത്. എന്നിട്ട് നീ നൈസായിട്ട് എന്റെ കസ്റ്റമറെ ക്ലോസ് ചെയ്തല്ലേ? ഞാൻ ആവശ്യം പറയില്ല കേട്ടോ. കാര്യം എന്റെ ക്ലൈന്റ് ആയിരിക്കും, പക്ഷെ കൺവിൻസ് ചെയ്ത് കണ്ടുപിട്ടിയത് ഞാനാണ്. അതെനിക്ക് പറ്റില്ല. നീ വേറെ പണി നോക്കി പോകണം. ഞാൻ ചതിച്ചും പറ്റിച്ച് നേടണമെന്ന് നീ ഗതി പിടിക്കാൻ പോണില്ല. ഇങ്ങോട്ടാണ് കയറി പോണത്. തുടങ്ങിട്ട് എന്താണ് പ്രശ്നം? ഇവിടെ കിടന്ന് ഒച്ചമാണ്ടാകാൻ പറ്റില്ല. സാറേ, ഇന്നലെ എനിക്ക് വന്ന ഒരാൾ പറ. സാറേ, ഇവർ ഇന്നലെ ക്ലോസ് ചെയ്ത കേസ് എനിക്ക് വന്ന കസ്റ്റമറാണ്. ഏത് കസ്റ്റമർ? വിക്രം മേത്ത. ആ ക്ലയന്റ് പേയ്മെന്റ് വന്നത് പ്രശാന്ത് ചന്ദ്രൻ ലിങ്ക് വഴിയല്ലേ? പിന്നെ എന്ത് കസ്റ്റമറാണ്? സാർ, അത് റിന്യൂവലിന് വേണ്ടിയിട്ട് കസ്റ്റമർ എന്നെ ഇങ്ങോട്ട് വിളിച്ചതാണ്. ആ കസ്റ്റമർ ഇംഗ്ലീഷ് ആയതുകൊണ്ട് ഒന്ന് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവന്റെ ഒരു ഹെൽപ്പ് ചോദിച്ചു. പക്ഷേ സാറേ, അത് ജസ്റ്റ് ഒരു എൻക്വയറിക്കുള്ള മാത്രമേ ഉള്ളൂ. ഞാനാണ് കസ്റ്റമറിനെ കൺവിൻസ് ചെയ്ത് അത് പേയ്മെന്റ് ചെയ്യിപ്പിച്ചു. അത് വേറെ ആൾക്കാരെ വിട്ടുകൊടുക്കാൻ വേണ്ടി യാത്ര മണ്ടണമെന്നല്ല. പ്രശാന്ത് ആ കൊടുത്തില്ലായിരുന്നെങ്കിൽ ഇംഗ്ലീഷ് അറിയാത്ത നീ ആ ക്ലൈന്റ് എങ്ങനെ കൺവേർട്ട് ചെയ്താണ്? ആൻസർ മീ. ആൽബിനെ കൊണ്ട് സംസാരിക്കും. അങ്ങനെ പ്രശാന്തിനെ കൊണ്ടോ ആൽബിനെ കൊണ്ടോ സംസാരിച്ച് ക്ലൈന്റിനെ കൺവേർട്ട് ചെയ്യാനാണെങ്കിൽ പിന്നെ എന്തിനാണ് എനിക്ക് നിന്നെ പോലത്തെ ഒരു സ്റ്റാഫ്? ഈ മാസത്തെ അതിന്റെ ക്ലോസിംഗ് എത്ര? 35,000. കേട്ടില്ല. 35,000.
എത്രയാണ് എന്റെ ടാർഗറ്റ്? 5 lakh. ഓക്കെ 5 lakh. 5 lakh. കഴിഞ്ഞ മാസം എത്രയായിരുന്നു എന്റെ ക്ലോസിംഗ്? 65,000. 65,000. എടാ നീയൊക്കെ എന്തിനാണ് പണിക്ക് വന്നത്? പറ്റില്ല നിർത്തി പോ. വല്ല ഫുഡ് ഡെലിവറിക്കോ അല്ലെങ്കിൽ ഓട്ടോ ഓടിക്കാനോ എന്തിനാ ഇങ്ങോട്ട് ഇട്ടെടുത്ത് എനിക്ക് പണി ഉണ്ടാക്കണത്? ഈ മാസത്തിന് 2 ആഴ്ച കൂടെ ഉള്ളൂ. എങ്ങനെ ഇതിന്റെ ടാർഗറ്റ് അച്ചീവ് ചെയ്യും? അതെങ്ങനെയാ? ഓഫീസിൽ വന്ന ഫോൺ നോക്കിയിരിക്കാനും ബാക്കിയുള്ളവർക്ക് സൊള്ളാനല്ലാണ് സമയം. എടാ ഇങ്ങനൊരു സ്റ്റാഫിനെ എനിക്കും എന്റെ കമ്പനിക്ക് വേണ്ട. നിർത്തി പൊക്കോ. പല തവണ എനിക്ക് ഞാൻ വാണിന്നുണ്ടല്ല. ദിസ് ഈസ് യുവർ ലാസ്റ്റ് വാണിംഗ്. ഓക്കെ? ഈ മാസത്തെ ടാർഗറ്റ് അച്ചീവ് ചെയ്തില്ലെങ്കിൽ പേപ്പർ ഇടുമ്പോൾ അറിയിക്കോ കേട്ടാ. പിന്നെ ഈ മാസത്തിന്റെ ടാർഗറ്റ് 5 ലക്ഷം അല്ല 10 ലക്ഷം. അത് അച്ചീവ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇവിടെ നിന്ന് വിട്ടോളണം. ബഞ്ച് ഓഫ് ഇഡിയറ്റ്സ്. എടാ നിങ്ങളുടെ ഞാൻ പറഞ്ഞല്ലേ ചോദിക്കണ്ടല്ലോ. ആളെടാ ഇത്രയും വലിയ എമൗണ്ട് ഇങ്ങനെ ക്ലോസ് ചെയ്യാനാണ് ഇത് 2 ആഴ്ച കൊണ്ട്. ഈ മാസത്തോടെ കഴിഞ്ഞാൽ എന്റെ പണി പോകണം. എടാ നിങ്ങളുടെ സ്പാവില്ലേ സെറ്റ് ചെയ്യാ. ജോലി പോയി കഴിഞ്ഞാൽ ഞാൻ എൻ്റെ അമ്മനോട് എന്ത് പറയുന്ന? എത്ര നാളെന്നല്ല ഞാൻ എൻ്റെ അമ്മനെ ഇങ്ങനെ ജോലിക്കിട്ട് കഷ്ടപ്പെടുന്നു. വീട്ടിലും ജോലി സ്ഥലത്തൂടെയൊക്കെ അഭാവം കഷ്ടപ്പെടുന്നു. ഒരു സഹായത്തിന് പോലും എന്നെ കൊണ്ട് ഒരു ഉപകാരം ഉണ്ടായിട്ടില്ല. ഇവിടെ പോലെടുക്കുന്ന മര്യാദയ്ക്ക് ജോലി എടുക്കാൻ പറ്റുള്ള ഞാൻ ഇങ്ങനെ കഴിവ് പെട്ടവനായി പോയിട്ടാണ്. എന്തിയായിരുന്നു എല്ലാവരും പോവാം. സോ ടീം, എല്ലാ തവണത്തെയും പോലെ എംപ്ലോയി ഓഫ് ദ മന്ത് അനൗൺസ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അത് ആരായിരിക്കും നിങ്ങൾ പലരും ഗസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഐ എം പ്രിറ്റി ഡാം ഷുവർ ഇത്തവണ നിങ്ങൾ ഗസ് ചെയ്ത് ആരും ആയിരിക്കും എന്നുള്ളത്. ഐ എം ഹാപ്പി ആൻഡ് പ്രൗഡ് ടു അനൗൺസ് ദ എംപ്ലോയി ഓഫ് ദ മന്ത് 2026 July goes to Tarun Krishnan. Tarun, please come. Congratulations. You deserve this. ഈ മാസം വളരെ ഹ്യൂജ് എമൗണ്ടാണ് നമ്മുടെ കമ്പനി അച്ചീവ് ചെയ്തിരിക്കുന്നത്. അതായത് 2 കോടിയിലധികമാണ് ഇത്തവണത്തെ നമ്മുടെ കമ്പനി ബിസിനസ്. അതിൽ 1 കോടിയിലധികം വന്നിരിക്കുന്നത് തരുൺ കൃഷ്ണനിൽ നിന്നാണ്. വെറും ചുരുങ്ങിയ സമയം, അതായത് 2 ആഴ്ച കൊണ്ടാണ് തരുൺ ഈ എമൗണ്ട് ക്ലോസ് ചെയ്തിരിക്കുന്നത്. എൻ്റെ കരിയറിൽ തന്നെ ഇത്രയും ചെറിയൊരു സമയം കൊണ്ട് ഇത്ര ഹ്യൂജ് എമൗണ്ട് ക്ലോസ് ചെയ്യുന്ന വേറെ ആളെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഉൾപ്പെടെ എഴുതി തള്ളിയ ഈ ജോലിയിൽ നിൽക്കാൻ യോഗ്യനല്ലെന്ന് വിധിക്കപ്പെട്ട ഒരാളിൽ നിന്ന് ഇത്രയും വലിയൊരു കംബാക്ക്. വാട്ട് എ പെർഫോമൻസ്. ഹാറ്റ്സ് ഓഫ്. സോ പ്ലീസ് ജോയിൻ മീ ഇൻ കൺഗ്രാറ്റുലേറ്റിംഗ് തരുൺ കൃഷ്ണൻ. വി ആർ വെരി പ്രൗഡ് ഓഫ് യു മൈ ബോയ്. എനിക്ക് വർക്ക് ചെയ്യാനുണ്ട്. എടാ മാസം തുടങ്ങിയല്ലേ ഉള്ളൂ. ഇത്ര ഹാർഡ് വർക്ക് ഒക്കെ ചെയ്ത് പോലെ. എടാ നമ്മളെന്തും കഷ്ടപ്പെട്ട നമുക്ക് എന്ത് സക്സസ് ആവാം. ഒന്ന് പിന്നത്തേക്ക് വെക്കരുത്. ഞാൻ പോരാ. What a crazy revolution.
കറിക്കെല്ലാം കിട്ടിയായിരുന്ന? ഞാൻ ആ അച്ചിങ്ങ വേവിച്ച് വെച്ചിട്ടുണ്ട്. നാളത്തേക്കുള്ള ദോശമാവ് പൊടിച്ചിട്ടുണ്ട്. ഇത് കുറച്ച് ബീഫും പച്ചക്കറിയാണ്. കേട്ടോ എന്റെ ഭഗവതി, വൈകിയാണെങ്കിൽ എന്റെ പ്രാർത്ഥന കേട്ടല്ലോ. ഇവിടെ എന്തൊരു സംഭവം ഉണ്ടായി. ആ ബജിക്കടയിൽ അണ്ണനില്ലേ, അവിടെ ഒരു മിനിറ്റ്. ഗുഡ് ആഫ്റ്റർനൂൺ സാർ, ഇത് സാറ്റ ജനറൽ ഇൻഷുറൻസിൽ നിന്ന് തരുൺ കൃഷ്ണനാണ് സംസാരിക്കുന്നത്. ആരായിരുന്നു സാർ? 1 മിനിറ്റ്. Yes sir, I have your policy here. Your on our premium comprehensive plan with a zero depreciation and engine protect. Last year there were no claims, so you are eligible for 20% LCV. Sir, I will send you the payment link right now. After the payment is done, you will get the policy within 15 minutes. Thank you sir, have a great day. എന്താണ്? ഒരു ചൂട് ചായ കുടിച്ചാലോ? എന്നോടാ, എനിക്ക് വർക്ക് ചെയ്യാണ്ട്, നീ പോയിട്ടോ. എന്താണ് ചായ കുടിക്കാൻ വേണോ? ആ, ഞാനും ചായ കുടിക്കാൻ വേണ്ടി പോണായിരുന്നു. ഒരുമിച്ച് പോവാം. എടാ തരുണിന്റെ കാര്യത്തിലൊന്നും മാറ്റം വന്ന പോലെ ഫീൽ ചെയ്യണേ. നല്ലല്ലേ, ഇനിയിപ്പോ ട്രൈയില് ആണ്, പക്ഷെ എന്തൊക്കെയോ സംഭവിച്ച പോലെ തോന്നുന്നു. ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തവനാ. ഇപ്പൊ പച്ചവെള്ളം പോലെ ഇംഗ്ലീഷ് പറയാണ്. പിന്നെ സംസാരത്തിലും പെരുമാറ്റത്തിലൊക്കെ വേറെ ആളെ പോലെ തോന്നുന്നു. നീ എന്താണ് പറഞ്ഞു വരുന്നത്? എടാ നീ മറ്റേ ജയറാമിന്റെ മയിലാട്ടം പടം കണ്ടോ? മറ്റേ രണ്ടെണ്ണുള്ളൂ. ആ, അതില് നായകനായ ജയറാമിന് പകരം നാട്ടിലെ ഗുണ്ടനെ തല്ലാൻ വേണ്ടി സിംഗനല്ലൂർ പയനി കൊണ്ടുണ്ടോ? അതേപോലെ ശരിക്കുള്ള തരുൺ കൃഷ്ണന് പകരം ആൾമാറാട്ടം നടത്തി അവൻ വേറെ ആരെയോ കൊണ്ടുവന്ന് വെച്ചാണ്. ശരിക്കുള്ള തരുൺ കൃഷ്ണൻ വേറെ എവിടെയാണ്. ചായ കുടിച്ചേ, എനിക്ക് ആരോട്ടും തന്നെ പറ്റുന്നു. പോവാ. പക്ഷെ ഞാൻ എക്സിക്യൂട്ടീവിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ സാറേ, പേയ്മെന്റ് ഒക്കെ എങ്ങനെയാ? ആ ഓക്കെ സാർ, ശരിയാണ് ശരിയാണ്. സാർ ഞാൻ ലൊക്കേഷൻ എത്താറായി, ഒരു 5 മിനിറ്റ്. സാറേ ഞാൻ ഇൻസ്പെക്ഷൻ കഴിഞ്ഞിട്ട് വിളിക്കാം. ആ ഓക്കെ ഓക്കെ. തരുണല്ലേ? യാ നീ അപ്പോൾ ഇൻസ്റ്റാമാർട്ട് ഓടാൻ തുടങ്ങിയ? അല്ലടാ, ഞാനിപ്പോ പാർട്ട് ടൈം ആയിട്ട് ഇപ്പൊ ഇൻസ്റ്റാമാർട്ട് ഓടുന്നുണ്ട്. ആണോ? അപ്പൊ നിന്നെ ഇന്ന് ഓഫീസിൽ കണ്ടല്ല? എടാ ഞാനത് ഹാഫ് ഡേ ലീവ് ആയിരുന്നു ഇന്ന്. അപ്പോൾ പാർട്ട് ടൈം ആയിട്ട് ഇപ്പൊ ഞാനിപ്പോ രാത്രിയും അല്ലാണ്ടുള്ള ടൈമിലൊക്കെ ഇത് ഓടുന്നുണ്ട്. ഒരു എക്സ്ട്രാ ഒരു വരുമാനം കിട്ടുന്ന കരുതിയാണ്. ഫണ്ടിന് നല്ല ടൈറ്റ് ഉണ്ട്, അറിയാമല്ലോ. ഞാനപ്പോ ഓർഡർ കസ്റ്റമർ വെയിറ്റിംഗ് ആണ്. പിന്നെ നീ എന്നെ ഇവിടെ കണ്ട കാര്യം അവിടെ ഓഫീസിൽ ആരോടൊന്നും പറയണ്ട. ഞാൻ ഈ വർക്കിനും കൂടി അതിന്റെ ഇടയിൽ കൂടി ഓടുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ ഓഫീസിലെ കാര്യങ്ങളൊക്കെ. അവരോട് പറയണ്ട. ശരി. കസ്റ്റമർ വെയിറ്റ് ചെയ്യാറുണ്ട്. എടാ തരുൺ ഇന്നലെ ഹാഫ് ഡേയിലേക്ക് പറഞ്ഞു. തരുൺ എടാ ഞാൻ ഹാഫ് ഡേ ലീവ് ആണ്. എന്റെ കസ്റ്റമർ ആരെങ്കിലും പറഞ്ഞാണെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചാൽ മതി. അതെ, നേരത്തെ ഇറങ്ങിപ്പോയി. ദേവനാണ്. ദേവന മറ്റേ പടവില്ലേ, മയിലാട്ടം, നീ വിട്ടില്ലേ? ഇല്ലടാ. അപ്പൊ ഞാൻ കണ്ടത് ദേവനാണോ പഴനിയാണോ എന്നൊരു ഡൗട്ട്. അത് ക്ലിയർ ആയിട്ട് ഞാൻ പറയാം. എടാ നീ മനസ്സിലാകുന്ന ഭാഷയിൽ തെളിച്ച് പറ. ഞാൻ പറയാം. ഹലോ. എടാ തരുണോടെ ഉണ്ടോ? ആ ഉണ്ടല്ലോ. എന്തേ? എടാ നീ ഒന്ന് വീഡിയോ കോൾ വന്നേ, വേഗാട്ടെ. ആ പിച്ച.
നീ ഞെട്ടാൻ റെഡി ആയിക്കോ. നിന്റെ കളത്തരൊക്കെ പൊളിച്ചരടാ. ഉണ്ടാവോ എന്തായാലും നീ വീട്ടിലേക്ക് വരൂലേ? ഞാൻ അടുത്തോളാടാ. ആ നീ എന്തായാലും തരും വരുമ്പോളേ ഇതൊന്ന് കൊടുത്തേക്ക്. നീ തന്നെ കൊടുത്തേക്ക്. അവിടെ ഉണ്ട്. തരുണേ തരുണേ. എന്താ അമ്മ? അതെ ആൽബം വന്നേക്കണെന്തോ പോളിസി എന്തോ തരാനാണെന്നാ പറയണം. ആ ഇതാ ഇത് നിനക്ക് ഓഫീസിൽ വെച്ച് വന്നാ പോരാർന്നോ? വെറുതെ പിന്നെ ഇവിടെ വരെ വന്ന ഓക്കെ പറഞ്ഞില്ലേ എടാ നീ ഇങ്ങനെ നെറ്റിക്കോതൊക്കെ പറഞ്ഞ് വീഡിയോ കോൾ ചെയ്യുന്നത് എന്താ? എടാ നീ പറഞ്ഞ വിശ്വസിക്കാന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ പറയാ, നിന്നെ വീഡിയോ കോൾ ചെയ്ത ആ ടൈമില്ലേ, ആ ടൈമില് എന്റെ കൺമുമ്പില് ഡെലിവറി ബോയുടെ യൂണിഫോമില് തരം നിക്കുന്നു. പക്ഷെ നിന്നെ വീഡിയോ കോൾ ചെയ്ത ടൈമില് മിസ്സായവനാ. ഞാൻ വിട്ടുകൊടുത്തില്ല. അവനപ്പൊ തന്നെ ചേസ് ചെയ്ത് പോയി പിടിച്ച്. പക്ഷെ അത് അവനല്ലായിരുന്നു, വേറെ ആളായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ അവന്റെ വീട്ടിൽ പോയി. അപ്പൊ അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങി തന്നെ കിട്ടിയാ. നീ എന്താണ് ഈ പറഞ്ഞു വരുന്നത്? മറ്റേ ആൾമാറാട്ട കഥയാണോ? ആൾമാറാട്ടല്ല, മായാജാലം. ഒരേ സമയം ഓഫീസിലും ഡെലിവറി ബോയ് ആയിട്ട് പുറത്തും വീട്ടിലെത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ എന്തോ മാജിക് ആവാൻ പഠിച്ചിട്ടുണ്ട്. നീ എന്താണ് ഈ പറഞ്ഞു വരുന്നത്? മറ്റേ അജിഗിര സിനിമയുടെ കഥയല്ലേ? അങ്ങനെ ആണെങ്കിൽ എനിക്ക് ഇന്ദ്രജിത്തിന്റെ ഡിസോർഡറാ. എന്ത് ഹാലുസിനേഷൻ. നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആളിൽ തരുൺ. അത് പെട്ടെന്നുള്ള മാറ്റം നിനക്ക് ഉൾക്കൊള്ളാൻ പറ്റണില്ല. നീ മനസ്സ് വെറുതെ ചിന്തിത്തൂരിന്റെ കഥയാണ് ഈ ആൾമാരോട്ടും മായാജാലോ. അപ്പൊ എനിക്ക് വട്ടാണെന്നോ നീ പറയണത്? അതല്ലടാ, നീ തരുണാന്ന് ഡെലിവറി ബോയുടെ പറയുകയില്ലേ, അവനെ തന്നെയാണ് നീ ആദ്യം കണ്ടെങ്കില. ഇതെല്ലാം നിന്റെ തലേക്ക് ഇറക്കണ ആ ചെക്കനെ എനിക്ക് തരുണായിട്ട് തോന്നിയത്. അപ്പൊ ഞാൻ വീട്ടിൽ കണ്ടതാ. നീ വീഡിയോ കോൾ ചെയ്തില്ലേ? അതെ, എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോ അവിടെ ഇറങ്ങി. നീ എത്ര മണിക്ക് അവനെ കണ്ടത്? അതൊരു 4 മണിയായി കാണാം. ആ അപ്പൊ കറക്റ്റാണ്. അവൻ ഇവിടുന്ന് ഇറങ്ങി വീട്ടിൽ ചെന്നപ്പോഴേക്കും നീ അവനെ കണ്ടത്. നീ വെറുതെ ആലോചിച്ച് വെറുതെ തല ഉണ്ടാക്കല്ലേ. ഹലോ. എടാ ആ തരുണ അവിടെ ഉണ്ടാ? ആ അവിടെ ഉണ്ടല്ലോ. സത്യം പറടാ, നീ ആരാ? നിനക്ക് എന്താ പറ്റിയത്? നീ ആരാ പറ. ഞാൻ നിനക്ക് അറിഞ്ഞൂടെ? അറിഞ്ഞൂടാ. ആരാ? ഞാൻ തരുൺ. നീ തരുണാണെങ്കിൽ ഓഫീസിലുള്ള ആരാ? നീ വിട്ടടാ, എനിക്ക് പോയിട്ട് പരിപാടിയാണ്. ഞാൻ അവിടെ നിന്ന് നിക്ക്. എന്നാ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഓഫീസിലേക്ക് വീഡിയോ കോൾ ചെയ്യാം. എടാ എന്താണ്, എന്താ പ്രശ്നം? എന്താ ഞാൻ എല്ലാം പറയാം. പറ. ഇവിടെ വെച്ച് വേണ്ട, വീട്ടിൽ പോ. അവിടെ സത്യം പറഞ്ഞാൽ എനിക്ക് നിന്നോടെല്ലാം പറയണമെന്നുണ്ടായിരുന്നു. പിന്നെ നീ ഇതൊക്കെ എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല. എന്തായാലും നീ ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഞാൻ നിന്നോടെല്ലാം പറയാം. നീ ഇത് വേറെ ആരോടും പറയില്ലെങ്കിൽ.
എനിക്കെല്ലാം മനസ്സിലായി. ഇത് നിന്റെ ട്വിൻ ബ്രദർ. നിങ്ങൾ രണ്ടുപേരും ഓരോ ഐഡന്റിറ്റിയിലാണ് ജീവിക്കണേ. അതുകൊണ്ടല്ലേ നീ ഇതൊക്കെ എന്നിൽ നിന്ന് ഹൈഡ് ചെയ്ത് വെച്ചേ അല്ലേ? അല്ല, അപ്പൊ ഓഫീസിലൊരുത്തനുണ്ടല്ല, അവനേതാ? അത് ശരി, നീ മറ്റേ എന്തിനു രഞ്ജിനെ പോലെ കുറെ റോബോട്ട് ഉണ്ടാക്കി വെച്ചേക്കല്ലേ? ഇതിൽ ഏതോ ഒറിജിനൽ അറിയാൻ വേണ്ടി എല്ലാരും തലയിറക്കി. ഏകാട്ടെ റൊട്ടേറ്റ് എടാ ആൽബിനെ, നീ ഒന്ന് നോർമലാവും. പിന്നെ നോർമൽ ആനുള്ള കാര്യമുള്ള ഇതൊക്കെ എന്താണോ നടക്കണ ഇവിടെയൊക്കെ? എന്ത് ഇതൊക്കെ? എടാ, നീ കരുതുന്ന പോലെ റോബോട്ടോ എന്റെ അപരന്മാരോ ഒന്നല്ല. ഇത് ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്ത എന്റെ തന്നെ ക്ലോൺസ് ആണ്. Now it makes sense. അത് പ്രശാന്തായിട്ട് പ്രശ്നമുണ്ടായ ദിവസം ഞാൻ എന്റെ അടുത്ത് പറഞ്ഞായിരുന്നില്ലേ, തറവാട്ടിലോട്ടൊക്കെ ഒന്ന് പോകണമെന്ന്. എന്നാൽ നിബു സാർ എല്ലാവരുടെ മുമ്പിലിട്ട് എന്നെ ഫയർ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയത് അച്ഛൻ്റെ അടുത്തോട്ടാണ്. എന്റെ ഓഫീസിലെ ഇഷ്യൂസും വീട്ടിലെ പ്രശ്നങ്ങളെല്ലാം ഞാൻ അച്ഛനോട് തുറന്നു പറഞ്ഞു. ഞാൻ ചിലപ്പോൾ ആലോചിക്കും, എന്നെപ്പോലെ ഒരാൾ കൂടി ഒരു തരം കൂടി ഉണ്ടായിരുന്നെങ്കിൽ, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഓഫീസിലെ കാര്യങ്ങളൊക്കെ അയാളെ ഏൽപ്പിക്കാം. പിന്നെ ഒരാൾ കൂടി ഉണ്ടായിരുന്നെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ ഏൽപ്പിക്കായിരുന്നു. അപ്പൊ പിന്നെ എനിക്കൊരു ടെൻഷനും ഇല്ല, പ്രശ്നങ്ങളും ഇല്ല. കേൾക്കുമ്പോ എന്ത് രസമല്ലോ, നമുക്കിങ്ങനെ ആലോചിക്കാനൊക്കെ പറ്റുള്ളൂ. ഇതുപോലെ നടക്കണ കാര്യമാണ്. ആര് പറഞ്ഞു നടക്കൂലെന്ന്? ഇപ്പൊ ഈ മാല കഴുത്തിലിടും, എന്നിട്ട് കണ്ണാടിയുടെ മുമ്പിൽ പോയിരുന്നിട്ട് ഇപ്പൊ നീ എന്നോട് പറഞ്ഞ ആഗ്രഹങ്ങളൊക്കെ അങ്ങോട്ട് പറ. ഓഫീസിലെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്ത് ബെസ്റ്റ് ആവാൻ പറ്റുന്ന ഒരാളെ എനിക്ക് വേണം. അച്ഛൻ്റെ കൂടെ വഴക്ക്. ഓഫീസിലെ കാര്യങ്ങളൊക്കെ കളിക്കണ്ട, അതെല്ലാം ഞാൻ കൃത്യമായിട്ട്. അപ്പൊ സയൻസ് ഫിക്ഷൻ അല്ല, മിത്താണ്. എന്താണ് ഇതിന്റെ പിന്നിലുള്ള കഥ? അച്ഛൻ പറഞ്ഞ കഥയാണ്, എത്രത്തോളം സത്യം ഉണ്ടെന്ന് എനിക്കറിയില്ല. പത്തിരണ്ടായിരം വർഷം മുമ്പ് നടന്ന കഥയാണ്. അന്നിവിടെ നാട് ഭരിച്ചിരുന്ന അരുണാതിരി മഹാരാജാവിൻ്റെ കൊട്ടാരം ശത്രു സൈന്യം ആക്രമിച്ചു. അവർക്ക് വേണ്ടത് കൊട്ടാരമോ പണമോ ഒന്നും ആയിരുന്നില്ല, രാജാവിൻ്റെ ജീവനായിരുന്നു. പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് മനസ്സിലായ രാജാവ് തുരങ്കത്തിലൂടെ രക്ഷപ്പെടാൻ തുടങ്ങി. അവിടെ ഒരു രഹസ്യ അറയിൽ വെച്ച് രാജാവ് മന്ത്രവാദിയെ കണ്ടു. തൻ്റെ ജീവൻ ആപത്താണെന്നും തൻ്റെ ശവം കാണാതെ അവർ പോകില്ലെന്നും രാജാവ് മന്ത്രവാദിയോട് പറഞ്ഞു. മന്ത്രവാദി രാജാവിന് നേരെ ഒരു മാല എടുത്ത് നീട്ടി. ഇതൊരു അത്ഭുത ശക്തിയുള്ള മാലയാണെന്നും ഇതണിഞ്ഞ് കണ്ണാടിക്ക് മുന്നിൽ നിന്ന് മന്ത്രം ചൊല്ലിയാൽ രാജാവിൻ്റെ തന്നെ പ്രതിരൂപമുണ്ടാകുമെന്നും പറഞ്ഞു. അതനുസരിച്ച് രാജാവ് കണ്ണാടി വഴി ഒരു പ്രതിരൂപത്തെ ഉണ്ടാക്കുന്നു. ആ ഒരു പ്രതിരൂപത്തെ രാജാവ് തൻ്റെ ശത്രുക്കൾക്ക് മുന്നിലേക്ക് ഇട്ടുകൊടുക്കുന്നു. അരുണാതിരി മഹാരാജാവാണെന്ന് കരുതി ശത്രു സൈന്യം ആ പ്രതിരൂപത്തെ കൊല്ലാൻ വേണ്ടി പിടിച്ചുകൊണ്ടുപോകും. ആ ഒരു മാല കാരണം അങ്ങനെ യഥാർത്ഥത്തിലുള്ള അരുണാതിരി മഹാരാജാവ് ശത്രു സൈന്യത്തിന്റെ മുന്നിൽ നിന്നും കൊല്ലപ്പെടാതെ രക്ഷപ്പെട്ടു. അരുണാതിരി മഹാരാജാവിന് മന്ത്രവാദി കൊടുത്ത ഒരു മാലാണ് ഇപ്പൊ എൻ്റെ കയ്യിലുള്ളത്. ഈ അച്ഛന് ഈ പഴയ ആന്റിക് സാധനങ്ങളുടെയൊക്കെ കളക്ഷൻ ഉണ്ട്, അങ്ങനെ ഇവിടെ നിന്ന് കിട്ടിയതാണ്. ഈ മാല ഉപയോഗിച്ച് ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്ത എൻ്റെ തന്നെ ക്ലോൺസ് ആണ് ഇത് മൂന്ന്. ഇത് ഒഫീഷ്യൽ കാര്യങ്ങളെല്ലാം ബെസ്റ്റ് ആയിട്ടും കൃത്യമായിട്ടും ചെയ്യാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തതാണ്. ഈ ക്ലോൺ കാരനോട് ഞാൻ എംപ്ലോയി ഓഫ് ദ മന്ത് അവാർഡ് വരെ മേടിച്ചു. പിന്നെ ഇത് വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്യാനും അമ്മക്കൊരു സഹായത്തിനും വേണ്ടി ചെയ്തു. പിന്നെ അത് എക്സ്ട്രാ ഒരു വരുമാനമായി കിട്ടാൻ കരുതി ചുമ്മാ ക്രിയേറ്റ് ചെയ്തതാണ്. ഡെലിവറി ബോയ് ആയിട്ട് ഓടിയിട്ട് ഒരു അഡീഷണൽ ഇൻകം കൂടി.
സത്യം പറയുന്നതോടെ എൻ്റെ എല്ലാ പ്രശ്നവും തീർന്നതാണ്. ഓഫീസിലെ പ്രഷറില്ല, വീട്ടിലെ കാര്യങ്ങൾ നോക്കണ്ട, അമ്മ ഹാപ്പിയാണ്, അക്കൗണ്ടിൽ കൃത്യമായിട്ട് സാലറി വരും. ആ ഫണ്ട് ഉപയോഗിച്ച് ഇഷ്ടമുള്ള ഫുഡും കഴിച്ച് ഇഷ്ടമുള്ള സ്ഥലത്തും പോയിട്ട് ഇങ്ങനെ കറങ്ങി നടക്കാം, ഫുൾ ടൈം ഫ്രീ. ഒരു വിധപ്പെട്ട എല്ലാവരും ഇങ്ങനത്തെ ഒരു ലൈഫ് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഞാനത് സാധിച്ചിടാം. എടാ അവസാനവന്മാരെല്ലാരും കൂടി ചിട്ടി തിരിയണ പോലെ നിനക്കെതിരെ തിരിയും. എടാ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇത്ര റോബോട്ടൊന്നുമല്ല, എൻ്റെ തന്നെ പല പല പേഷ്യൻസ് ആണ്. എനിക്കറിയാവുന്ന വ്യക്തികളെ ഇവർക്കറിയാം, സ്ഥലങ്ങളറിയാം, ഞാൻ എവിടെയൊക്കെ പോയിട്ടുണ്ട്, ആരെയൊക്കെ കണ്ടിട്ടുണ്ട്, അതെല്ലാം ഇവന്മാർക്കറിയാം. പിന്നെ ഈ മാല ഉണ്ടാ, ഞങ്ങളിപ്പോൾ പല സ്ഥലത്താണെങ്കിൽ പോലും ഞങ്ങളിൽ ഒരാൾ ഈ മാലയിൽ തൊട്ട് കഴിഞ്ഞാൽ അവിടെ എന്താണ് നടക്കുന്നതെന്ന് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അങ്ങനെയാണ് പലവട്ടം നിന്റെ നിന്ന് പിടിക്കപ്പെടാണ് ഞാൻ രക്ഷപ്പെട്ടുള്ളത്. എടാ ഞാനത് ഹാഫ് ഡേ ലീവായിരുന്നു. എടാ ഞാൻ ഇന്ന് ഹാഫ് ഡേ ലീവാണ്. തരുണെ സത്യം പറ, ഇതല്ല നീ വേറെ ഏതെങ്കിലും ക്ലോൺസിനെ ക്രിയേറ്റ് ചെയ്തണ്ടാ? ശരിക്കും നിന്റെ പ്ലാൻ എന്താ? Remember the name.